എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു അടിപൊളി ചെന്ന മസാലയാണ്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നോർത്ത് സ്റ്റൈലായതുകൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓൾ സ്പൈസസ് ആഡ് ചെയ്യാം. അതായത് പട്ട ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്, 5 പീസ് കാടമ്മ എടുത്തിട്ടുണ്ട്, നല്ല ജീരകം, പിന്നെ 2 തക്കോലം, 3-4 പീസ് ഗ്രാമ്പു. ഇങ്ങനെ നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കാം. ഏലക്കയും ജീരകമൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗാർലിക് ആഡ് ചെയ്യാം. വെളുത്തുള്ളി നന്നായിട്ട് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ വെളുത്തുള്ളി ഏകദേശം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി ആഡ് ചെയ്യാം. ഇഞ്ചിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ആഡ് ചെയ്യാം. പച്ചമുളക് ആഡ് ചെയ്യാത്തവർക്ക് 2 കഷ്ണം ഡ്രൈ ചില്ലി പച്ചമുളക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പച്ചമുളക് നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഓൾ സ്പൈസസൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 കഷ്ണം സവാള, മുട്ട സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ആഡ് ചെയ്തോളൂ. സവാള വാടാൻ വേണ്ടിയിട്ട് നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ നന്നായിട്ട് ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോൾ ഏകദേശം സവാളയൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. 3 കഷ്ണം തക്കാളിയാണ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇങ്ങനെ നന്നായിട്ടൊന്ന് വാട്ടി എടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അടുത്തതായി കാശ്മീരി ചില്ലി, 4 ചെറിയ ടീസ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. 3 ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുകയാണ്. നമ്മൾ മല്ലിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കൂടെ ജീരകപ്പൊടി ചെറിയ സ്പൂൺ ആഡ് ചെയ്യാം. ബാക്കി നമുക്ക് നോക്കിയിട്ട് ഫ്ലേവർ കുറവാണെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ ചെന്ന മസാല പൗഡറാണ്, കടകളിൽ മേടിക്കാൻ കിട്ടും. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഗരം മസാലയും ജീരകപ്പൊടി ആയാലും മതി. ഇതുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ചെന്ന മസാലയ്ക്ക് രുചിയും സ്മെല്ലൊക്കെ കിട്ടാൻ അടിപൊളിയാണ്. അപ്പോൾ ഞാനൊരു ചെറിയ 3 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്തതായി ലേശം ഗരം മസാല ആഡ് ചെയ്യുകയാണ്. നമ്മൾ ചെന്ന മസാല ഇട്ടിട്ടുണ്ട്, ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തിക്കൻസിന് വേണ്ടിയിട്ട് കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്യാണ്. നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ചെന്ന മസാല കളർ തന്നെ ബ്രൗൺ കളറാണ്. 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇതിന് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ബോയിൽ ചെയ്ത് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് കടല ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെന്ന മസാല ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. തിളച്ച് നല്ല ബോയിലായി നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെന്ന ആഡ് ചെയ്യുകയാണ്. നല്ല അടിപൊളി കളറാണ്. സിമ്പിളായി നിങ്ങളുടെ വീടുകളിൽ ചെയ്യാവുന്ന ഒരു അടിപൊളിയാണ്. ഇപ്പോൾ എല്ലാവർക്കും വെള്ളക്കടല എല്ലായിടത്തും കിട്ടും. എല്ലാ കടകളിലും വെള്ളക്കടലയുണ്ട്. നല്ലതാണ് വീടുകളിൽ. പിള്ളേർക്ക് നല്ല പ്രോട്ടീനാണ് കടല. അപ്പോൾ വീടുകളിൽ സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന അടിപൊളി ഡിഷാണ് ചെന്ന മസാല.
ഇതിൻ്റെ കൂടെ ചപ്പാത്തി ബട്ടൂരയാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ. ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഇതിലേക്കും മല്ലിയില ഇട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇന്നത്തെ നോർത്ത് സ്റ്റൈൽ ചെന്ന മസാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഐറ്റമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് ഷെഫ് നിബിൻ.